എന്താണെങ്കിലും ടൈറ്റിൽ കിട്ടിയില്ലെങ്കിലും അതുക്ക് മേലെയുള്ള സംഭവങ്ങളാണ് അനീഷിനെ കാത്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് വിന്നറായി അനുമോൾ അതിന്റെ ഷോക്കിൽ നിന്നൊക്കെ നമ്മളൊക്കെ മുക്തമായിട്ട് വരുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ ഇനി നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞതിനെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും ജനഹൃദയങ്ങളിലേക്ക് കയറിയിട്ടുള്ളത് അനീഷേട്ടനാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം ഈ ഷോയിലേക്ക് ഒരു കോമണറായിട്ട് വരികയും ജനഹൃദയങ്ങളിലേക്ക്, ലക്ഷക്കണക്കിന് ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹത്തിന് കയറാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ബിഗ് ബോസ് വിന്നർ ആകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഒരു ബിഗ് ബോസ് ടൈറ്റിൽ കൊണ്ട് തീരുന്നതല്ല, അത് കിട്ടിയില്ലെങ്കിൽ തീരുന്നതല്ല അനീഷിന്റെ ജീവിതം എന്ന് ഇപ്പോൾ വരുന്ന ഓരോരോ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയാണ്. വലിയൊരു സപ്പോർട്ടാണ് മൈജി ശരിക്കും പറഞ്ഞാൽ അനീഷിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അനീഷിന് ഏകദേശം സാംസങ്ങിന്റെ 2 ലക്ഷം രൂപയോളം വില വരുന്ന ഫോൾഡ് സീരീസിൽ പെട്ട ഒരു ഫോണ്, അതുപോലെ തന്നെ അനീഷിന്റെ വീട്ടിലേക്ക് എല്ലാവിധ സാധനങ്ങളും, ആപ്ലിക്കൻസസ് എല്ലാം ഫുള്ള് എല്ലാം മൈജി കൊടുക്കാൻ പോവുകയാണ്. അത് തന്നെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ വരും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ മുഴുവൻ അനീഷിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ ഒരു ടൈറ്റിൽ നേടിയത് കൊണ്ട് ആ അമൗണ്ടും ടാക്സും എല്ലാം കഴിഞ്ഞ് ഇത്ര അമൗണ്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി അനീഷ് ഇത്രയും ദിവസം 100 ഡേയ്സ് പുള്ളിക്ക് തയ്ക്കാൻ പറ്റി സെക്കൻഡ് റണ്ണറപ്പായി. അപ്പൊ ഇത്രയും ദിവസം നിന്നതിന്റെ പേയ്മെന്റ് ഉണ്ട്. അതുകൂടാതെ നിരവധി ഇനോഗ്രേഷൻസ് ഒക്കെ എത്രയായിരിക്കും അനീഷ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണെങ്കിലും ടൈറ്റിൽ കിട്ടിയില്ലെങ്കിലും അതുക്ക് മേലെയുള്ള സംഭവങ്ങളാണ് അനീഷിനെ കാത്തിരിക്കുന്നത്. അത് നമുക്ക് കണ്ടാൽ മതി. ഒരു ടൈറ്റിൽ അങ്ങ് കിട്ടാത്ത സാധനങ്ങൾ പോട്ടെ, അത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. നമ്മുടെ അനീഷേട്ടൻ ഇനി ഇനോഗ്രേഷൻസ് ഒക്കെ ഓടി നടന്ന് ചെയ്യുന്ന സീനുകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ 4 ആള് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനീഷേട്ടൻ വേണ്ടി വരും. ഒരിക്കലും അനുമോളിനെ കൊണ്ടൊന്നും അത് സാധിക്കാനായിട്ട് പോകുന്നില്ല. എന്താണെങ്കിലും അനുമോൾ വിരോധിയൊന്നുമല്ല ഞാൻ, പക്ഷെ സത്യം ഇതാണ്. എന്താണെങ്കിലും അനീഷിന്റെ ദിവസങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അനീഷേട്ടന്റെ ഉള്ളിൽ വിന്നർ ആകും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും നടന്നില്ല. പുള്ളിക്കാരന് വിഷമമുണ്ട്. പക്ഷെ ആ വിഷമം മാറ്റാനായിട്ട് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഒരു വിധത്തിൽ റണ്ണറപ്പ് ആയത് നന്നായി എന്ന് ആലോചിച്ചു പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരാം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ.